അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1288, സൂറത്തു തൗബ 36-37 സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി يوم خلق السماوات والأرض منها 4 حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم وقاتلوا المشركين كافة كما يقاتلونكم كافة واعلموا أن الله مع المتقين إنما النسيء زيادة في الكفر يضل به الذين كفروا يحلونه عاما ويحرمونه عاما ليواطئوا عدة ما حرم الله فيحلوا ما حرم الله زين لهم سوء أعمالهم والله لا يهدي القوم الكافرين. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. إن عدة الشهور عند الله. നിശ്ചയം മാസങ്ങളുടെ എണ്ണം അല്ലാഹുവിങ്കൽ 12 ശഹ്റൻ 12 മാസമാണ്. ഫീ കിതാബില്ലാഹ് അല്ലാഹുവിന്റെ രേഖ അനുസരിച്ച്. യൗമ ഖലഖസ്സമാവാതി വൽ അർള ആകാശഭൂമികളെ അവൻ സൃഷ്ടിച്ച അന്നു തന്നെ അവൻ നിശ്ചയിച്ചതനുസരിച്ച് മാസങ്ങളുടെ എണ്ണം 12 ആണ്. മിൻഹാ 4 ഹുറുമുൻ ആ 12ൽ നിന്ന് 4 മാസങ്ങൾ പ്രത്യേകം ആദരണീയമായ മാസങ്ങളാകുന്നു. ദാലിക ദീനുൽ ഖയ്യിം ഇതാണ് ശരിയായ മതം. ഫലാ തളിമു ഫീഹിന്ന അൻഫുസകും അതുകൊണ്ട് ആ മാസങ്ങളിൽ നിങ്ങൾ തെറ്റുകൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ശരീരങ്ങളെ ആക്രമിക്കരുത്. വഖാതിലുൽ മുശ്രിക്കീന കാഫത്തൻ ബഹുദൈവാരാധകന്മാരോട് നിങ്ങൾ കൂട്ടമായി യുദ്ധം ചെയ്യുക. കമാ യുഖാതിലൂനകും കാഫ അവർ നിങ്ങളോട് കൂട്ടമായി യുദ്ധം ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ അതിന് പകരമായിട്ട്. വഅലമു നിങ്ങൾ അറിയണം അന്നല്ലാഹ മഅൽ മുത്തഖീൻ നിശ്ചയം അല്ലാഹു തആല അവന്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കുന്നവരോടൊപ്പമാണ് അവന്റെ സഹായം കൊണ്ട് എന്ന്. ഇന്നമൻ നസീഉ സിയാദത്തുൻ ഫിൽ കുഫ്രി മാസങ്ങളുടെ പവിത്രത അത് പിന്തിച്ചു വെക്കുന്നത് അത് അവിശ്വാസത്തിലുള്ള വർധനവാകുന്നു. യുളല്ലു ബിഹില്ലദീന കഫറു ആ പ്രവർത്തനം മുഖേന സത്യനിഷേധികളെ വഴിതെറ്റിക്കപ്പെടുകയാണ്. യുഹല്ലൂനഹു ആമൻ ഒരു മാസം അവർ അതിനെ അനുവദനീയമാക്കും. യുഹരിമൂനഹു ആമ അടുത്ത വർഷം യുഹല്ലൂനഹു ആമ ഒരു വർഷം അവരതിനെ അനുവദനീയമാക്കും. യുഹരിമൂനഹു ആമൻ മറ്റൊരു വർഷം അതിനെ അവർ ഹറാമാക്കുകയും ചെയ്യും. ലിയുവാത്തിഉ ഇദ്ദത മാ ഹറമല്ലാഹ് അല്ലാഹു ഹറാമാക്കിയതിന്റെ എണ്ണത്തോട് യോജിക്കാൻ വേണ്ടി. ഫയുഹല്ലു മാ ഹറമല്ലാഹ് അങ്ങനെ അല്ലാഹു ഹറാമാക്കിയതിനെ അവർ അനുവദനീയമാക്കും, അല്ലാഹു അനുവദനീയമാക്കിയതിനെ അവർ ഹറാമുമാക്കും. സുയ്യിന ലഹും സൂഉ അഅമാലിഹിം ഇത് വളരെ മോശമായ ഒരു ശൈലിയാണ്. എന്നാൽ അവരുടെ ചീത്ത പ്രവർത്തനങ്ങൾ അവർക്ക് ഭംഗിയാക്കി കാണിക്കപ്പെട്ടിരിക്കുന്നു. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ സത്യനിഷേധികളായ ആളുകളെ അല്ലാഹു തആല സന്മാർഗത്തിലാക്കുകയില്ല തന്നെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ജാഹിലിയ സമൂഹത്തിൽ അറേബ്യൻ മുശ്രിക്കുകൾക്കിടയിലൊക്കെ നടമാടിയിരുന്ന ചില അങ്ങേയറ്റം മോശമായിട്ടുള്ള സ്വഭാവങ്ങളെ അനാവരണം ചെയ്യുകയാണ് അല്ലാഹു തആല. ഇതിന്റെ തൊട്ടുമുമ്പ് കഴിഞ്ഞ കുറച്ച് സൂക്തങ്ങളുടെ അവസ്ഥ പരിശോധിച്ചാൽ നമുക്കറിയാമല്ലോ. ബഹുദൈവാരാധകന്മാരുടെ കുറെ ദുസ്വഭാവങ്ങൾ അല്ലാഹു തആല എണ്ണിപ്പറഞ്ഞു. അതോടൊപ്പം തന്നെ അവര് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ആ വിധിവിലക്കുകൾക്കനുസരിച്ച് അല്ലാതെ അവരുടെ പല കാര്യങ്ങളും ചെയ്തുകൂട്ടി. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല വേദക്കാരുടേതായിട്ടുള്ള കുറെ സ്വഭാവങ്ങളും ഇക്കഴിഞ്ഞ തൊട്ടുമുമ്പത്തെ ആയത്തുകളിൽ പറഞ്ഞു. അപ്പൊ ആ ആയത്തുകളുടെ ഇതിന്റെയും അതിന്റെയും തമ്മിലുള്ള യോജിപ്പ് സംബന്ധമായി മഹാനായ ഇമാം അബൂ ഹയ്യാൻ റഹിമഹുല്ലാഹ് അവിടുത്തെ ബഹറുൽ മുഹീത്ത് തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ലമ്മാ ദക്കറ അൻവാഅൻ മിൻ ഖബാഇഹി അഹ്ലി ശിർക്കി വ അഹ്ലിൽ കിതാബ് നേരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുദൈവാരാധകന്മാരുടെ മ്ലേച്ഛമായ ചില സ്വഭാവങ്ങളും
അതേപോലെ വേദക്കാരുടെ ചില മോശമായ ശൈലികളും നേരത്തെ അള്ളാഹു പറഞ്ഞു. മിൻഹു, അതിനെ തുടർന്ന് അള്ളാഹു തആല ഇവരുടെ മറ്റൊരു മോശമായ ശൈലിയെക്കുറിച്ച് പറയുകയാണ്. അതെന്താണ്? അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ മാറ്റിമറിക്കുക എന്ന അങ്ങേയറ്റം പ്രകോപനപരമായ ഒരു പ്രവർത്തനം സത്യനിഷേധികളായ ബഹുദൈവാരാധകന്മാർ നടപ്പാക്കിയിരുന്നു അവരുടെ സമൂഹത്തിൽ. ആ പ്രവർത്തനത്തിന്റെ അരുതായ്മയും അതിന്റെ അപകടവും അല്ലാഹു സുബ്ഹാനഹു വ തആല ചൂണ്ടിക്കാണിക്കുകയാണ്. അതിനാണ് അല്ലാഹു പറഞ്ഞത്, ഇന്ന ഇദ്ദത്ത ശുഹൂരി, നിശ്ചയം മാസങ്ങളുടെ എണ്ണം ഇൻദല്ലാഹ്, അല്ലാഹുവിങ്കൽ 12 ശഹറ, 12 മാസമാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? മാസങ്ങൾ കണക്ക് കൂട്ടുന്നതിന് 2 ശൈലികളുണ്ട്. ഒന്ന് ചന്ദ്രമാസത്തിന്റെ ശൈലി, ചന്ദ്രന്റെ കറക്കത്തിനനുസരിച്ചും അതിന്റെ ഘടന അനുസരിച്ചുമുള്ള തീരുമാനങ്ങൾ. സൂര്യവർഷവുമുണ്ട്, അഥവാ സൂര്യന്റെ ചലനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വർഷം പൂർത്തിയാക്കുന്ന ശൈലി. ഈ 2 ശൈലികളും തമ്മിൽ പ്രകടമായ ചില മാറ്റങ്ങളുണ്ട്. ഇപ്പൊ നമുക്കറിയാം, അറബി മാസം അല്ലെങ്കിൽ ചന്ദ്രമാസം എന്ന് പറയുന്നത് അത് ചിലപ്പോൾ 29 ദിവസമായിരിക്കും, അല്ലെങ്കിൽ 30 ദിവസമായിരിക്കും. അതിന്റെ മാനദണ്ഡം എന്താ? 29 ഒരു അറബി മാസം അസ്തമിച്ചിട്ട് നിലാവ് കണ്ടാൽ അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്തു പിറ്റേ ദിവസം, അപ്പൊ ഈ മാസം 29 ഉണ്ടാവുള്ളൂ. അതേസമയത്ത് 29 അസ്തമിച്ചിട്ട് നിലാവ് കണ്ടില്ല എന്നാൽ ഈ മാസം 30 പൂർത്തിയാക്കും. അപ്പോ ഏതു അറബി മാസവും ചന്ദ്രവർഷത്തിന്റെ കണക്കനുസരിച്ചുള്ള ഏതു മാസവും 29 ആകാം, 30 ആവാം. ഈ രണ്ടിലൊന്നല്ലാതെ ആവുന്ന പ്രശ്നവും ഇല്ല. അതേസമയത്ത് ഇപ്പൊ ചന്ദ്രമാസത്തിന്റെ കണക്കൊക്കെ നമ്മൾ കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചു നോക്കുമ്പോ, ഇപ്പോ ഇംഗ്ലീഷ് മാസങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ആ മാസങ്ങളിൽ ഫെബ്രുവരി ഒഴിച്ചുള്ള എല്ലാ മാസങ്ങളും 30 അല്ലെങ്കിൽ 31 എന്ന രൂപത്തിൽ ഇങ്ങനെ ഫിക്സഡ് ആയിട്ട് നിൽക്കുകയാണല്ലോ. അതേസമയത്ത് ഫെബ്രുവരി മാത്രം സാധാരണഗതിയിൽ 28ഉം ഒരു 4 വർഷങ്ങളൊക്കെ പിന്നിടുമ്പോൾ ഒരു 29 എന്നതിലേക്കും മാത്രം മാറുന്ന ഒരു ചേഞ്ച് വരുന്ന സാഹചര്യമാണുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ചന്ദ്രമാസത്തിന്റെ കണക്ക് എന്ന് പറയുന്നത് അതിൽ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോ കുറെ മാസങ്ങൾ 29 തന്നെ ആയിന്ന് വരാം, അല്ലെങ്കിൽ കുറെ മാസങ്ങൾ 30 തന്നെ ആയിന്ന് വരാം. അതായത് 29 അസ്തമിച്ചിട്ട് നിലാവ് കണ്ടതേയില്ലെങ്കിൽ എല്ലാ മാസവും എത്ര കൂട്ടേണ്ടി വരും? 30 കൂട്ടേണ്ടി വരും. അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ വരും. അപ്പൊ അങ്ങനെ വ്യത്യാസം വരുമ്പോ ഒരു 100 വർഷം പിന്നിടുന്ന സമയത്ത് ചന്ദ്രവർഷത്തിന്റെ കണക്കനുസരിച്ച് 103 വർഷമാകുമ്പോഴായിരിക്കും സൂര്യവർഷത്തിന്റെ കണക്കനുസരിച്ച് 100 വർഷം തികയുന്നത്. അതുകൊണ്ടാണല്ലോ അസ്ഹാബുൽ കഹ്ഫ് ഗുഹാവാസികൾ ആ ഗുഹയിൽ 300 കൊല്ലം താമസിച്ചു എന്ന പരാമർശനം നടത്തിയ ഉടനെ അല്ലാഹു തആല പറഞ്ഞു, വസ്ദാദു തിസ്ആ, അതിന്റെ കൂടെ 9 അവർ വർദ്ധിപ്പിച്ചു. അതായത് സൂര്യവർഷത്തിന്റെ കണക്ക് കൂട്ടുമ്പോൾ 300 വർഷമാണ് അവർ താമസിച്ചത്, ചന്ദ്രവർഷത്തിന്റെ കണക്ക് കൂട്ടിയാലോ 309 വർഷമാണ് താമസിച്ചത് എന്ന്. മനസ്സിലായോ? അപ്പൊ ഇவ்விധത്തിലുള്ള വ്യത്യാസങ്ങൾ അവിടെ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ എന്തായാലും അറബി ചന്ദ്രവർഷത്തിന്റെ കണക്കായിരുന്നു നേരത്തെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മുതൽ ഇങ്ങോട്ടുള്ള സമൂഹങ്ങളെല്ലാവരും. അതുകൊണ്ട് തന്നെ അറേബ്യൻ മുശ്രിക്കുകളും ചന്ദ്രവർഷത്തിന്റെ കണക്കാണ് അവർ പരിഗണിച്ചിരുന്നത്. അതേസമയത്ത് മറ്റുള്ള പാശ്ചാത്യ പ്രദേശങ്ങളിലും അതേപോലെ യഹൂദി നസാറക്കളും ഒക്കെ പലപ്പോഴും സൂര്യവർഷത്തിന്റെ കണക്കായിരുന്നു അവർ പരിഗണിച്ചുകൊണ്ടിരുന്നത്. ഏതായാലും അല്ലാഹു തആല ഇവിടെ പ്രത്യേകമായി ഉണർത്തുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, അല്ലാഹു തആല നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുള്ളത് ആകാശഭൂമികളെ പടക്കുന്ന അന്ന് തന്നെ ഒരു വർഷത്തിലെ മാസങ്ങൾ 12 എണ്ണമായിട്ടാണ് അല്ലാഹു തീരുമാനിച്ചത്. ആ 12 എണ്ണത്തിലെ 4 മാസങ്ങൾ പ്രത്യേകം ആദരണീയമായിട്ടുള്ള മാസങ്ങളാണ്. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, അതുപോലെ റജബ്. ഈ 4 മാസമാണ് പ്രത്യേകം ആദരണീയമായ മാസങ്ങളായി പരിഗണിക്കപ്പെടുന്നത്. അല്ലാഹു തആല ചില മാസങ്ങൾക്ക് മറ്റു മാസങ്ങളെക്കാളും, ചില ദിവസങ്ങൾക്ക് മറ്റു ചില ദിവസങ്ങളെക്കാളും, ചില സമയങ്ങൾക്ക് മറ്റു ചില സമയങ്ങളെക്കാളും, ചില വ്യക്തികൾക്ക് മറ്റു ചില വ്യക്തികളെക്കാളൊക്കെ പ്രാധാന്യം നൽകുക എന്നത് പടച്ചതമ്പുരാന്റെ ഒരു പൊതുവായിട്ടുള്ള അവന്റെ തീരുമാനമാണ്. ആ തീരുമാനമനുസരിച്ച് പലപ്പോഴും എന്താവും, ഈ ബഹുമാനത്തിന്റെയും ആദരവിന്റെയും ഒക്കെ വിഷയത്തിൽ വ്യത്യാസങ്ങൾ വരും. അപ്പൊ അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല 12 മാസം കണക്കാക്കുകയും ആ 12 മാസത്തിലെ 4 മാസങ്ങളെ ആദരണീയമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ആദരണീയമായി പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ ആ 4 മാസങ്ങളിൽ ഒരിക്കലും തന്നെ വിശ്വാസികൾക്ക്, ഈ ജനങ്ങൾക്കിടയിൽ യുദ്ധമോ മറ്റ് കലഹങ്ങളോ അങ്ങനെയുള്ള യാതൊരു സംഗതിയും നടമാടാൻ പാടില്ല എന്നൊരു പ്രത്യേക നിലപാടായിരുന്നു അല്ലാഹു തആല സ്വീകരിച്ചിരുന്നത്. അതാണ് ദാലിക ദീനുൽ ഖയ്യിം, അതാണ് ശരിയായ മതം എന്ന് പറഞ്ഞത്. അഥവാ
ആ മാസങ്ങളുടെ പവിത്രത പറിച്ചു ചീന്തുന്ന ശൈലി സ്വീകരിക്കാൻ പാടില്ല. ആ മാസങ്ങളുടെ വിശുദ്ധിക്ക് കളങ്കമാകും വിധത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും നടക്കാൻ പാടില്ല എന്ന്. അതുകൊണ്ട് ഫലാ തളിമു ഫീഹിന്ന അൻഫുസക്കും, ആ മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ ആക്രമിക്കരുത്. അഥവാ ഒരു സമയത്തും തെറ്റുചെയ്യൽ കടുത്ത അപരാധം തന്നെയാണെങ്കിലും പ്രത്യേക ബഹുമാനമുള്ള സമയങ്ങളിലും ബഹുമാനമുള്ള സ്ഥലങ്ങളിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നത് കുറച്ചുകൂടി ഗൌരവം കൂടിയതായി മാറും. അല്ലെ, എല്ലാ സമയത്തെ തെറ്റിനും ഒരേപോലെയല്ല, എല്ലാ സ്ഥലത്തെ തെറ്റിനും ഒരേപോലെയല്ല അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് അതിന്റെ ഗൌരവം വരുന്നത്. അപ്പൊ വിശുദ്ധമായ സ്ഥലങ്ങളിൽ ബഹുമാനമുള്ള സ്ഥലങ്ങളിൽ വെച്ച് തെറ്റു ചെയ്താൽ ആ തെറ്റിന്റെ വണ്ണം, ഒരു തെറ്റിന് ഒരു കുറ്റം തന്നെയാണ് കണക്കാക്കുന്നതെങ്കിലും ആ കുറ്റത്തിന് എന്താവും, വണ്ണം കൂടും. അതൊരു ഒന്നൊന്നര കുറ്റമായിട്ട് പരിഗണിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും. അതുപോലെ തന്നെ യുദ്ധമഹറാമായ മാസങ്ങൾ എന്ന് പറയുന്ന ഈ 4 മാസം, ഈ 4 മാസങ്ങൾ പ്രത്യേകം ആദരണീയമായ മാസങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ 4 മാസങ്ങളിൽ നിങ്ങൾ ഒരിക്കലും തന്നെ യാതൊരു വിധത്തിലുള്ള അരുതായ്മകളിലേക്കും പോകാൻ പാടില്ല. അപ്പൊ മറ്റു മാസങ്ങളിലും പിന്നെ അരുതായ്മ ചെയ്യാമെന്നാണോ? അല്ല, ഒരു സമയത്തും ചെയ്യാൻ പാടില്ല. പക്ഷെ വിശേഷാൽ ബഹുമാനമുള്ള സമയങ്ങൾ വരുമ്പോൾ ആ ബഹുമാനത്തെ പ്രത്യേകം ഹൈലൈറ്റ് ചെയ്ത് മനസ്സിലാക്കുക എന്നത് ഓരോരുത്തരും പ്രത്യേകമായി ഒരു പെരുമാറ്റച്ചട്ടമായി സ്വീകരിക്കേണ്ട സംഗതിയാണ്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, അപ്പോ ഈ യുദ്ധം 4 മാസങ്ങൾ ആദരണീയമാണെന്ന് പറഞ്ഞാൽ അതിന്റെ താൽപര്യങ്ങളിൽ ഒന്ന് ആ മാസങ്ങളിൽ കലഹങ്ങളോ അല്ലെങ്കിൽ യുദ്ധങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്നാണ്. എന്നാൽ കലഹങ്ങളും യുദ്ധങ്ങളും ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞത് ആ സമയം ശരിക്കും എല്ലാവർക്കും സ്വസ്ഥതയുടെയും നല്ല സേഫ്റ്റി ബോധത്തിന്റെയും അകമ്പടിയോടുകൂടെ യാത്ര ചെയ്യാനും മറ്റും സാധിക്കണം. അപ്പൊ ഹജ്ജിന് വരുന്ന ആളുകൾക്ക് ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, അപ്പൊ ദുൽഖഅദയിൽ ഹജ്ജിന് വരാനും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ മുഴുകാനും, ദുൽഹിജ്ജയിൽ ഹജ്ജ് നിർവഹിച്ചു കഴിഞ്ഞതിന് ശേഷം മുഹറം തീരുന്നതിന് മുമ്പേ നാട്ടിലേക്ക് തിരിച്ചെത്താനുമൊക്കെ സാധിക്കുന്ന ഒരു സാഹചര്യം, അതിന്റെ ഇടയിൽ താൻ ആക്രമിക്കപ്പെടുകയില്ല എന്നൊരു സേഫ്റ്റി ബോധം, ഒരു കോൺഫിഡൻസ്, ഇതൊക്കെ എല്ലാ ജനങ്ങൾക്കും ഉണ്ടാകുന്നതിന് സഹായകമായിരുന്നു ഇത്തരമൊരു നിലപാട്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഈ മാസങ്ങളിൽ നിങ്ങൾ ആക്രമിക്കരുത്, അഥവാ യുദ്ധത്തിലേക്കും മറ്റുമൊന്നും നിങ്ങൾ പോകാൻ പാടില്ല എന്നാണ് നിയമം. എന്നാലോ ആ നിയമം നിലനിൽക്കുമ്പോൾ ആ നിയമത്തെ വെല്ലുവിളിക്കാൻ ഒരു ടീം ഇറങ്ങുകയാണെങ്കിൽ അവരക്രമികളായി തീരും. അക്രമികളായ ആളുകളുടെ അക്രമത്തെ പ്രതിരോധിക്കുക എന്നത് അത് സ്ഥലവും കാലവും ഒന്നും നോക്കേണ്ടതല്ല, അത് എവിടെയാണെങ്കിലും പ്രതിരോധിക്കണം. അതുകൊണ്ട് അല്ലാഹു തുടർന്ന് പറഞ്ഞതാണ്, വഖാതിലുൽ മുശ്രിക്കീന കാഫത്തൻ കമാ യുഖാതിലൂനകും കാഫ. ബഹുദൈവാരാധകന്മാർ നിങ്ങളോട് കൂട്ടമായി യുദ്ധം ചെയ്യുന്നത് പോലെ അവരോട് നിങ്ങളും യുദ്ധം ചെയ്യണം. അതായത് നിങ്ങളായിട്ട് ഈ വിശുദ്ധ മാസങ്ങളിൽ എന്ത് തുടങ്ങാൻ പാടില്ല, യുദ്ധമോ അല്ലെങ്കിൽ കലഹങ്ങളോ ഒന്നും തുടങ്ങാൻ പാടില്ല. മാത്രമല്ല ഇസ്ലാമിന്റെ യുദ്ധ പോളിസി പരിശോധിച്ചാൽ എവിടെയും തുടങ്ങുന്ന ആൾക്കാർ നിങ്ങളാകാൻ പാടില്ല എന്നൊരു നിലപാടാണ് അല്ലാഹു തആല സ്വീകരിച്ചത് എന്ന് കാണാം. കാരണം ഇസ്ലാമിന്റെ യുദ്ധങ്ങളൊന്നും തന്നെ ആളുകളെ കൊല്ലാനുള്ള ഒരു മറയല്ല, അല്ലെങ്കിൽ ജനങ്ങളെ ഉപദ്രവിക്കാനുള്ള ഒരു കെയർ ഓഫായി സ്വീകരിക്കുന്ന ഒരു ഹിഡൻ അജണ്ട ഉള്ള സംഗതിയല്ല. മറിച്ച് അരുതായ്മകളും അക്രമങ്ങളും അരാജകത്വവും നിർമ്മാർജ്ജനം ചെയ്യാൻ, സ്വസ്ഥതയും സമാധാനവും സ്വൈര ജീവിതവും ഉറപ്പുവരുത്താൻ അക്രമകാരികളായ കാളക്കൂറ്റന്മാരെ പിടിച്ചുകെട്ടുക എന്നത് മാത്രമാണ് വിശുദ്ധ ഇസ്ലാമിന്റെ യുദ്ധ പോളിസിയുടെ പ്രധാനപ്പെട്ട മർമ്മം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ബദർ ഉണ്ടായില്ലേ, ഉഹദ് ഉണ്ടായില്ലേ, ഖന്തക്ക് ഉണ്ടായില്ലേ, ഖൈബർ ഉണ്ടായില്ലേ, ഇവിടെ നിങ്ങൾ കുറെ ആൾക്കാരെ കൊന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്ന നമ്മുടെ നാട്ടിലെ ചില യുക്തിവാദികളും അതുപോലെ തന്നെ ഇസ്ലാമിന്റെ വിമർശകരുമായിട്ടുള്ള ചില സാധുക്കളുണ്ട്. ആ സാധുക്കളോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇസ്ലാമിന്റെ യുദ്ധത്തിന്റെ പോളിസിയൊക്കെ ഒന്ന് പഠിക്കാൻ തയ്യാറാവണമെന്നാണ്. ഇസ്ലാമിക യുദ്ധത്തിന്റെ പോളിസി പഠിച്ചാൽ നമുക്കറിയാം കൃത്യമായ പെരുമാറ്റച്ചട്ടങ്ങൾ ഇസ്ലാം മതത്തിലുണ്ട്. വിശ്വാസികൾ എന്തെങ്കിലും കാട്ടിക്കൂട്ടാൻ പാടുള്ളവരല്ല. അവർക്ക് കൃത്യമായും നീതിയുടെ പുലർച്ച എന്നത്, നീതിയുടെ സംസ്ഥാപനം എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മം എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത്, വഖാത്തുൽ മുശ്രിക്കീന കാഫത്തൻ കമാ യുഖാതിലൂനകും കാഫ. ബഹുദൈവാരാധകന്മാർ കൂട്ടത്തോടെ നിങ്ങളോട് യുദ്ധം ചെയ്യുന്നത് പോലെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം. തുടങ്ങുന്ന ആൾക്കാർ നിങ്ങളാകാൻ പാടില്ല. വഹുംബദഊക്കും അവല മറാന്ന് ഖുർആനിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് അല്ലാഹു തആല പറഞ്ഞത് കാണാം. ആദ്യമായിട്ട് ഈ കുഴപ്പം തുടങ്ങി വെക്കാതെ അവരായിരിക്കും. അവർ തുടങ്ങി വെച്ചാൽ അതിനെ പ്രതിരോധിക്കുക എന്ന മാർഗം അത് നമ്മൾ സ്വീകരിക്കണം. അത് നമ്മൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ എന്താ ഉണ്ടാവുക? സ്വീകരിച്ചില്ലെങ്കിൽ അരാജകത്വം വളരും, അസ്വസ്ഥത പടരും, നാട്ടിന്റെ സമാധാനാന്തരീക്ഷം തകരും.
ഇതൊക്കെയല്ലേ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മുടെ നാടുകളിലൊക്കെ തന്നെ എത്ര ആളുകളെ ചിലപ്പോൾ കൊടും ഭീകരന്മാരായ ആളുകളൊക്കെ വെടിവെച്ച് കൊല്ലുന്നുണ്ടാവും. അത് മനുഷ്യത്വത്തിനെതിരായുള്ള ഒരു കടന്നുകയറ്റമായി ആരെങ്കിലും കാണാറുണ്ടോ? ചിലരെ തൂക്കിക്കൊല്ലുന്നുണ്ടാകും. അത് അവൻ ചെയ്ത കുറ്റം ശരിയാവണ്ണം തെളിഞ്ഞിട്ടും അതിന്റെ അടിസ്ഥാനത്തിലുമാണെങ്കിൽ ആ കൊലപാതകത്തെ ആരും നിരാകരിക്കില്ലല്ലോ, ആ കൊലപാതകത്തെ ആരും എതിർക്കില്ല. ഇപ്പൊ നമുക്കറിയാമല്ലോ, നമ്മുടെ രാജ്യം ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളും ആ രാജ്യത്തിന്റെ ഡിഫൻസിന് വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് ചെലവാക്കുന്നതും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവർ മാറ്റിവെക്കുന്നതും. എന്തതിന്റെ അർത്ഥം? നാട്ടിന്റെ സ്വസ്ഥതയും സമാധാനവും എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ആ സ്വസ്ഥതയും പൌരന്മാരുടെ സ്വൈര ജീവിതവും അത് തകർത്ത് കളയുന്ന പ്രവർത്തനമായിരുന്നു ഇവർ ചെയ്തിരുന്നത്. അതുകൊണ്ട് അതിനെ പ്രതിരോധിക്കുക മാത്രമാണ് മുസ്ലിങ്ങൾ ചെയ്തിട്ടുള്ളത് എല്ലാ കാലത്തും. എന്നാൽ അവിടെ തന്നെയും പെരുമാറ്റച്ചട്ടങ്ങൾ പലതും പാലിക്കണം. സ്ത്രീകളെ ഉപദ്രവിക്കാൻ പാടില്ല, കുട്ടികളെ കഷ്ടപ്പെടുത്താൻ പാടില്ല, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കൃഷികളും മറ്റും വെട്ടി നശിപ്പിക്കാൻ പാടില്ല, അതുപോലെ ആരാധനാ മണ്ഡപങ്ങളിൽ ആരാധനയിൽ മുഴുകിയിരിക്കുന്ന മതാധ്യക്ഷന്മാരെ ആക്രമിക്കാൻ പാടില്ല. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി പെരുമാറ്റച്ചട്ടങ്ങൾ ബഹുമാനപ്പെട്ട ഇസ്ലാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോ അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ യുദ്ധം എന്ന് പറയുന്നത് രക്തക്കൊതിയുടെ സാമ്പിളായോ തെളിവായോ എടുത്തു കാണിക്കാൻ ശ്രമിക്കുന്നവർ ചരിത്രം പഠിക്കണമെന്ന് വിനീതമായി അവരോട് പറയാൻ ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് വഖാത്തുൽ മുശ്രിക്കീന കാഫത്തൻ കമാ യുഖാതിലൂനകും കാഫ, സത്യനിഷേധിക ബഹുദൈവാരാധകന്മാർ നിങ്ങളോട് കൂട്ടത്തോടെ യുദ്ധം ചെയ്യുന്നതിന് പകരമായി നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക. വയലമൂ, നിങ്ങൾ മനസ്സിലാക്കണം, അന്നല്ലാഹ മഅൽ മുത്തഖീൻ, നിശ്ചയം അല്ലാഹു തആല സൂക്ഷ്മാലുക്കളോടൊപ്പമാണ്. അല്ലാഹുവിന്റെ സഹായം തഖ്വയുള്ളവർക്കാണ്. അഥവാ എവിടെയും അക്രമത്തിന് നമ്മൾ തിരികൊളുത്തുന്നവരാവാൻ പാടില്ല. നമ്മൾ അക്രമത്തിന് തിരികൊളുത്തിയാൽ പടച്ചോന്റെ സഹായം നമുക്ക് കിട്ടില്ല, നമ്മുടെ അഡ്രസ് തെറിച്ചു പോകും എന്ന് വിശ്വാസികളോട് അല്ലാഹു തആല പറയാണ്. ഈ തുടർന്നുള്ള ആയത്തിൽ അല്ലാഹു പറയുന്നത് അറേബ്യൻ മുശ്രിക്കുകൾ നിലനിർത്തി പോന്നിരുന്ന വളരെ ഗുരുതരമായിട്ടുള്ള ഒരു തിന്മയെക്കുറിച്ചാണ്. എന്താണത്? ഇന്നമൻ നസീഉ സിയാദത്തുൻ ഫിൽ കുഫ്രി, നിശ്ചയം മാസത്തിന്റെ പവിത്രത പിന്തിച്ചു വെക്കുക എന്നത് അവിശ്വാസത്തിലുള്ള വർധനവാണ്. മനസ്സിലായോ? മാസങ്ങളുടെ വിശുദ്ധി അത് പിന്നോട്ട് മാറ്റുക, പിന്തിച്ചു വെക്കുക, അതാ നസീ എന്ന് പറഞ്ഞാൽ. എന്താണ് ആ പറഞ്ഞതിന്റെ താല്പര്യം? അറേബ്യൻ മുശ്രിക്കുകൾക്ക് ഇപ്പോ ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം തുടരെ 3 മാസം എന്തു പാടില്ലാത്ത മാസങ്ങളായിരുന്നല്ലോ, യുദ്ധം പാടില്ലാത്ത മാസങ്ങളായിരുന്നല്ലോ. ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് കലഹങ്ങൾ ഉണ്ടാവണം, പ്രശ്നങ്ങൾ ഉണ്ടാവണം, അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ ഏർപ്പെടണം. അപ്പൊ തുടരെ 3 മാസമൊക്കെ സ്വസ്ഥതയും സമാധാനവും നാട്ടിൽ നിലനിൽക്കുമ്പോൾ ഇവർക്ക് ഒരു വല്ലാത്ത അസ്വസ്ഥത അനുഭവപ്പെടും. അപ്പൊ ഇവർ ചിലരോട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും അവരെ കയ്യേറ്റം ചെയ്യാനും നാട്ടിൽ അരാജകത്വം പടർത്താനും ഒക്കെയുള്ള പണികൾ കണ്ടുവച്ചിട്ടുണ്ടാകും. അങ്ങനെ കണ്ടുവച്ചാൽ അവരെന്ത് ചെയ്യും? ഈ കൊല്ലത്തെ ഇപ്പൊ ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം 3 മാസമാണല്ലോ തുടർച്ചയായിട്ട് യുദ്ധം പാടില്ലാത്ത മാസങ്ങളായിട്ട് വരുന്നത്. അതിൽ നിന്ന് അവർക്കിപ്പോ ഉദാഹരണത്തിന് മുഹറത്തിൽ അവർക്ക് യുദ്ധം ചെയ്യണം എന്ന് അവർ തീരുമാനിച്ചാൽ അവരെന്ത് ചെയ്യും? അവര് ദുൽഹിജ്ജയിൽ തന്നെ പ്രഖ്യാപിക്കും, ഇതാ ഈ വരുന്ന മുഹറത്തിൽ നമ്മൾ യുദ്ധം നടത്തുന്നതായിരിക്കും. അതുകൊണ്ട് മുഹറം മാസം ആദരണീയമായ മാസമാണ് എന്ന മുഹറത്തിന്റെ ആദരവ് സഫറിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? നീക്കിവെക്കും. അപ്പൊ സഫർ പിന്നെ യുദ്ധം പാടില്ല. അങ്ങനെ ഇവരുടെ സൗകര്യത്തിന് ഇവരെന്ത് ചെയ്യുന്നു? മാസത്തിന്റെ വിശുദ്ധി പിന്തിക്കുന്നു, പിന്നോട്ടാക്കുന്നു. അങ്ങനെ പിന്നോട്ടാക്കുമ്പോൾ സ്വാഭാവികമായും ഈ മാസങ്ങളിൽ യുദ്ധമുണ്ടാവില്ല എന്ന നിലക്ക് സ്വസ്ഥമായി യാത്ര ചെയ്യുന്ന ആളുകളുടെ യാത്ര ആകെ പ്രശ്നത്തിലാകും, അവരുടെ എല്ലാ പരിപാടികളും ഡിസോർഡറാകും, ആകെ കൂടി വല്ലാത്തൊരു അസ്വസ്ഥത വരുന്ന സാഹചര്യങ്ങളുണ്ടാകും. അതെന്ന് മാത്രമല്ല, അല്ലാഹു തആല ഒരു മാസത്തെ വിലക്കിയാൽ അല്ലെങ്കിൽ വിശുദ്ധമായി പ്രഖ്യാപിച്ചാൽ ആ വിശുദ്ധി മറ്റൊരു മാസത്തിൽ ഇവരുടെ ഇഷ്ടത്തിന് മാറ്റിത്തിരുത്തുക എന്ന് പറഞ്ഞാൽ അത് കടുത്ത മതവിരോധവും യുക്തിവാദവുമാണ്. അതാണ് അവർ ചെയ്തിരുന്നത്. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, ഇന്നമൻ നസീഉ സിയാദത്തുൻ ഫിൽ കുഫ്രി, മാസത്തിന്റെ വിശുദ്ധി പിന്തിച്ചു വെക്കുക എന്ന് പറയുന്ന സംഗതി അവിശ്വാസത്തിലുള്ള വർധനവാണ്. യുളല്ലു ബിഹില്ലദീന കഫറു, സത്യനിഷേധികളെ അത് മുഖേന വഴിതെറ്റിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതായത് യുഹല്ലൂനഹു ആമൻ വയുഹരിമുനഹു ആമാ, ഒരു മാസത്തെ എന്ത് വിശുദ്ധി അവർ ഹലാലാക്കും, മറ്റൊരു മാസത്തിൽ അതിനോട് ഹറാമാക്കും. ഇപ്പൊ ഉദാഹരണം മുഹറം, ഈ മാസം ഈ കൊല്ലത്തിൽ മുഹറം ഹലാലാണ് മാസമാണ്. അപ്പോൾ ഈ കൊല്ലം വിശുദ്ധി അവർ ഏതിലേക്ക് കൊടുക്കും? സഫറിലേക്ക് എന്ത് ചെയ്യും? മാറ്റിവെക്കും. അടുത്ത കൊല്ലം മുഹറത്തിൽ വീണ്ടും വിശുദ്ധി പ്രഖ്യാപിക്കും. അപ്പൊ സഫർ സഫർ സാധാരണ പോലത്തെ മാസമാവും. അങ്ങനെ ഇത് ദുൽഹജ്ജിക്കും ദുൽഖഅദയിലേക്കും റജബുക്കും ഒക്കെ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുന്ന സാഹചര്യം അവർ ചെയ്തിരുന്നു. അതാണ് അള്ളാഹുവിന്റെ തീരുമാനത്തിന് വിരുദ്ധമായി അവർ അള്ളാഹ് അനുവദിച്ചത് ഹറാമാക്കുകയും അള്ളാഹ് ഹറാമാക്കിയതിനെ ഹലാലാക്കുകയും ചെയ്തിരുന്നു. എന്തിനാണ് അവരങ്ങനെ ചെയ്യുന്നത്?
ലിവാത്തിഉ ഇദ്ദത മാ ഹറമല്ലാഹ്, അല്ലാഹ് ഹറാമാക്കിയതിനോട് എണ്ണം യോജിക്കാൻ. ഈ 4 മാസം അല്ലാഹ് ഹറാമാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ 4 മാസം ഹറാമാക്കും. പക്ഷെ അല്ലാഹ് ഹറാമാക്കിയ പെർട്ടിക്കുലർ മാസങ്ങൾ തന്നെ ഹറാമാക്കണം എന്ന് പറഞ്ഞാൽ അത് നമ്മളെ സൗകര്യത്തിന് വിഷമാവും. അതുകൊണ്ട് നമ്മളെ സൗകര്യത്തിന് അതിൽ മാറ്റം വരുത്തും. നമ്മുടെ നാട്ടിലൊക്കെ ചില ആളുകളില്ലേ, ഇസ്ലാമിന്റെ വിവാദത്തിന്റെ ഭാഷയായ ഖുതുബ, ആ ഖുതുബ അറബി ഭാഷ എന്ന ആ വിവാദത്തിന്റെ ഔദ്യോഗിക ഭാഷയിൽ തന്നെ നടത്തണമെന്ന് മുസ്ലിമീങ്ങൾ വാദിക്കുമ്പോ നമ്മുടെ നാട്ടിൽ ചില ആളുകൾ വന്നിട്ട് പറയണെന്താ, അത് ജനങ്ങൾക്ക് തിരിയാന്നുള്ള സൗകര്യത്തിന് നമ്മൾ എന്ത് ചെയ്യണം, ഭാഷ മാറ്റണം എന്ന് പറയുന്നില്ലേ. ഇനിയിപ്പോ അങ്ങനത്തെ ആൾക്കാരെ സൗകര്യത്തിന് വെള്ളിയാഴ്ചയെക്കാളും എല്ലാവർക്കും ലീവ് കിട്ടേണ്ടത്, സ്വസ്ഥത സംബന്ധിക്കാൻ സൗകര്യപ്പെടുക ഞായറാഴ്ചയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, വെള്ളിയാഴ്ചത്തെ ഈ വിവാദത്തൊക്കെ ഞായറാഴ്ചയിലേക്ക് മാറ്റിയാന്ന് ഇത്തരക്കാർ പറഞ്ഞുകൂടായില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അത്തരം ഗതികേടൊന്നും കാണേണ്ട അവസ്ഥയിലേക്ക് അള്ളാഹു തആല നമ്മൾ എത്തിക്കാതിരിക്കട്ടെ. അപ്പൊ ഇത് ഇവർ ചെയ്തിരുന്ന ഒരു പണിയാണ്, അതിന്റെ തുടർച്ചയായിട്ടല്ലാതെ ഇതൊന്നും കാണാൻ പറ്റൂല എന്നർത്ഥം. അവര് മാസങ്ങളുടെ അള്ളാഹ് ഹറാമാക്കിയതിന്റെ എണ്ണം കണക്കാക്കുക, എണ്ണത്തോട് യോജിക്കുക. 4 മാസം അള്ളാഹ് ഹറാമാക്കി, 4 മാസം നമ്മൾ ഹറാമാക്കണം. പക്ഷെ അള്ളാഹ് ഹറാമാക്കിയ പർട്ടിക്കുലർ മാസങ്ങൾ തന്നെ ഹറാമാക്കണം എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് പറ്റൂല എന്നിവർ പറഞ്ഞിരുന്നു. അങ്ങനെ ഫയുഹില്ലൂമാ ഹറമല്ലാഹ്, അള്ളാഹ് ഹറാമാക്കിയതിനോട് ഹലാലാക്കുമായിരുന്നു. ഈ പ്രവർത്തനം വളരെ പ്രകോപനപരമാണ്. പക്ഷെ സുയ്യിനലഹും സൂഉ അഅമാലിഹിം, അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ഭംഗിയാക്കി കാണിക്കപ്പെടുകയാണ് ചെയ്തത്. അതായത് പിശാച് അവർക്ക് അവർ നിങ്ങൾ ചെയ്യുന്ന നല്ലൊരു സംഗതിയാണ് എന്നവർക്ക് തോന്നിപ്പിച്ചു കൊടുത്തു. അപ്പൊ അവർ അതിന്റെ പിന്നാലെ കൂടുകയാണ് ചെയ്തത്. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ, സത്യനിഷേധികളായ സമൂഹത്തെ അല്ലാഹു തആല സന്മാർഗത്തിലാക്കുകയില്ല എന്ന് വളരെ താക്കീതിന്റെ സ്വരത്തിൽ അല്ലാഹു പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് പടച്ചതമ്പുരാന്റെ തീരുമാനങ്ങളെ കൃത്യമായി അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും സന്മനസ് കാണിക്കുക എന്നതാണ് മനുഷ്യന്റെ ബാധ്യതയും കടമയും. അതിനു പകരം അടിമകൾ അവരുടെ യുക്തിചിന്തക്കനുസരിച്ചും ശുഷ്കിച്ച മസ്തിഷ്കത്തിൽ നിന്ന് വെളിവായി വരുന്ന അബദ്ധങ്ങളുടെ പിന്നാലെയും ഒക്കെ സഞ്ചരിക്കുന്ന ശൈലി അത് പാടില്ലാത്തതാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി വസല്ലമ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും.